Hello friends, welcome to Tanu's Kitchen. എല്ലാ കൂട്ടുകാർക്കും തനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു വഴുതനങ്ങ ഫ്രൈ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഒരു 3 വഴുതനങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു ഷേപ്പിൽ വട്ടത്തിൽ ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിക്നെസ് കൂടിയും പോകണ്ട, അതുപോലെ തന്നെ കുറഞ്ഞും പോകണ്ട. അപ്പോൾ ദാ ഇവിടെ എല്ലാ വഴുതനങ്ങയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരല്പം തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, അത് ഇഷ്ടമില്ലാത്തവർ അത് അവോയ്ഡ് ചെയ്യാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വിനാഗിരി, അത്രയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ട് വഴുതനങ്ങ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഓരോ വഴുതനങ്ങയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വശം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഞാൻ മീതെ കുറച്ച് തേങ്ങ ചിരകിയത് തൂവി കൊടുക്കുന്നുണ്ട്. ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഒരു വശം ഫ്രൈ ആയതിനു ശേഷം മറുവശം കൂടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ദാ ഇവിടെ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. താങ്ക്